ബ്രെഡും കൊണ്ട് സ്റ്റീം ചെയ്തിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ കപ്പ് കേക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 സ്ലൈസ് വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പാലാണ്. പാല് ഞാനിവിടെ ഒരു പാൽ എടുത്തിട്ടുണ്ട്. ആ പാലെടുക്കുമ്പോൾ പാലൊന്ന് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ തുടങ്ങിയിട്ട് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇരുന്നാലും മതി. പിന്നെ വേണ്ടത് റവയാണ്. റവ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കപ്പ് കേക്ക് ആക്കാന്ന്. ഈ കപ്പ് കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് ചേർക്കാം. ബ്രെഡ് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പാർത്താം. ഇത് കപ്പ് കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടറിലിട്ടിട്ട് ഈ ബ്രെഡ് പൊടിച്ചെടുത്തത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അത് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ബട്ടറിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കണം. ഈ ബ്രെഡ് ബട്ടറിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് ചൂടായിട്ട് ബട്ടർ കരിഞ്ഞു പോകരുത്. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയാൽ മതി. ഇതിലേക്ക് ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. ഈ ബ്രെഡ് ഈ ബട്ടറിൽ കിടന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇത് ചൂടോട് കൂടിയിട്ട് ഈ പാനിൽ വെക്കരുത്. പാനിൽ നിന്ന് നിങ്ങൾ എടുത്ത് മാറ്റണം. അത് നമ്മൾ എന്ത് സാധനമായിരുന്നാലും ഇതേപോലെ നമ്മൾ ചൂടാക്കി ആക്കി എടുക്കുമ്പോൾ അത് പിന്നെ നമ്മൾ പാനിൽ വെച്ചിട്ട് പോകരുത്. തേങ്ങ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും അത് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് പാനിൽ മാറ്റണം. അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്നിട്ട് ഇതായി കരിഞ്ഞു പോകും. ഇത് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ വറുത്തെടുത്തേക്കണ ഈ ബ്രെഡ് ക്രംസിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ഞാനിവിടെ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റവയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. പക്ഷേ വറുത്ത റവ വെച്ചിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ വറുത്ത റവ ഞാനിവിടെ വാങ്ങാറില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് വറുത്ത റവയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. പാല് നല്ല ചൂടോടുകൂടി ചേർക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലേക്ക് കറക്റ്റ് 1.5 കപ്പ് പാൽ ഒഴിക്കണം. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് പാൽ എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഈ കപ്പ് കേക്ക് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ഈ കപ്പ് കേക്ക് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചിട്ടാണ് ഇത് കപ്പ് കേക്ക് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വയ്ക്കാം. ഈ തട്ടിൽ ഓരോന്നിലും ഞാനിവിടെ കുറേശ്ശെ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ ബട്ടറോ ആയിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോഴായിരിക്കും ആ കേക്ക് റെഡി ആയി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുക. ഇനി ഇത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഈ തട്ടിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ ഈ ബാറ്ററി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഷേപ്പാക്കിയിട്ട് കൊടുക്കണം. ഇത് മൂടി വെച്ചിട്ട് ആവിയിൽ സ്റ്റീം ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു 20 മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുത്തത്. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് കുത്തി നോക്കുമ്പോഴായിരുന്നാലും ചെറുതായിട്ട് സ്റ്റിക്കുമ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പക്ഷേ അത് കുഴപ്പമില്ല. ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കപ്പ് കേക്ക് ശരിക്കും സെറ്റായിട്ട് വരും. ഇനി ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഓരോ കപ്പ് കേക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വിടിയിച്ചെടുക്കാം.
ഇപ്പോൾ കപ്പ് കേക്ക് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് നമ്മൾ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ആ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് കുത്തി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കും. അത് ബ്രെഡ് ആയതുകൊണ്ടാണ് അത് അതേപോലെ ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ സ്റ്റീം ചെയ്തെടുത്തേക്കണ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഈ കേക്ക് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഈ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.